അപ്പം എല്ലാവർക്കും എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയുടെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താണെന്ന് ചോദിച്ചാൽ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ബേസിക് മീഡിയത്തിൻ്റെ പ്രസൻസിൽ ബാലൻസ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആസിഡിക് മീഡിയത്തിൽ കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വരിക. സോ നമുക്ക് ബേസിക് മീഡിയം എന്താണെന്ന് നോക്കാം. സോ നമുക്ക് ബേസിക് മീഡിയം സോ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് CrOH thrice plus iO3 minus will give I minus plus CrO4 2 minus എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ക്രോമിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് അതുപോലെ iO3 മൈനസ് അതുപോലെ I മൈനസ് ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് വരുന്നത്. സോ നമുക്ക് ഈ ഇക്വേഷൻ താഴോട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് താഴോട്ട് എഴുതാം. സോ ഇവിടെ എന്താണ് നടക്കുന്നത്, ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ എന്താണ് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ക്രോമിയം നിൽക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ക്രോമിയം നിൽക്കുന്നത്. ആൻഡ് ഐഡൻറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റും ഇവിടെ നോക്കുവാണെങ്കിൽ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണ് ഐഡൻറ്റി കേസിൽ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചാൽ അതായത് ക്രോമിയത്തിൻ്റെ കേസിൽ +6 ആയി, അതുപോലെ അയഡിൻ്റെ കേസിൽ -1 ആയി. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു 3യുടെ ഡിഫറൻസ് ആണ് അല്ലേ ഓക്സിഡേഷൻ നമ്പറിൽ വന്നത്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം +6 ആയി, അവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ 3യുടെ ഡിഫറൻസ് ആണ് വന്നത്. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എന്താണ് പറയുന്നത്, ഇവിടെ ഒരു 6ൻ്റെ ഡിഫറൻസ് വന്നു അല്ലേ. ഇവിടെ +5 -1 അപ്പം 5ൻ്റെ ഡിഫറൻസ് 6ൻ്റെ ഡിഫറൻസ് ആണ് അവിടെ വന്നത്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ ബാലൻസ് ചെയ്യാനാണ്. സോ ഫസ്റ്റ് ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നമ്പർ വെച്ച് ഇതിനെ ബാലൻസ് ചെയ്യണം. ഏതൊരു ആറ്റത്തിനെ നമ്മൾ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ക്രോമിയത്തിനാണ് ബാലൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ അയണിൻ്റെ കേസിൽ 6 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. സോ അവിടെ 6 ആണ് വരുന്നത്. സോ ഈ ഒരു 3നെ നമുക്ക് 6 ആക്കണമെങ്കിൽ എന്താണ് ×2 ആണ് ചെയ്യുന്നത്. സോ ×2 ചെയ്യുമ്പോഴത്തേക്കും 6 വരും. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ ക്രോമിയത്തിന് 2 കൊടുക്കുന്നു. 2CrOH thrice plus iO3 minus will give I minus plus CrO4 2 minus. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്രോമിയം ഈ ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ട്, പക്ഷെ അവിടെ നോക്കുകയാണെങ്കിൽ 2 ക്രോമിയം ഇല്ല. സോ നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ മോളിക്യൂൾ ഓഫ് ഓക്സിജനും നമ്മൾ ഒരു പർട്ടിക്കുലർ മോൾ ഓഫ് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, OH മൈനസ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ എത്ര മോളിക്യൂൾസ് ഉണ്ട്, ഇവിടെ 3 3 2 5 5 ആണ്. സോ നമ്മൾ 5 5:2. ഓക്കെ, അപ്പം അടുത്ത കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇക്വേഷനിൽ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അതിനെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ OH മൈനസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ 5OH മൈനസ് ആണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 5OH മൈനസ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ കിട്ടും. അതുപോലെ നമ്മളിവിടെ എന്താണ് ഒരു OH മൈനസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുവാണെങ്കിൽ എന്താണ്, ഓരോ OHനും പകരവും മീൻസ് ഒരു O ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ OH ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ നമ്മൾ Hനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി H2 ആഡ് ചെയ്ത് കൊടുത്തു. അതാണ് അവിടുത്തെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് വന്നു. ഇനിയിപ്പോൾ എന്താണ്, സിമ്പിളാണ്. ഇനിയിപ്പം നോക്കുവാണെങ്കിൽ ഇവിടെ 5 ഉണ്ട്, ഒരു OH മൈനസിനെ നമ്മൾ ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇനിയിപ്പം വേറൊന്നുമില്ല, അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ബേസിക് ഇക്വേഷൻ വരുന്നത്. അതായത് 2CrOH thrice plus iO3 minus will give I minus
plus 2CrO4 2 minus plus 5H2. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വരുന്നത്. അതായത് ആദ്യം ഇനീഷ്യലി ഓക്സിഡേഷൻ നമ്പറിൽ വന്ന ചേഞ്ച് അനുസരിച്ച് നമ്മളൊരു സ്യൂട്ടബിൾ നമ്പർ വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ ആ ഒരു 6 വരണമെങ്കിൽ നമ്മൾ 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ആ 2 വെച്ച് ക്രോമിയത്തിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ 2CrOH ത്രൈസ് പ്ലസ് ഇത് വരുമ്പോഴത്തേക്കും രണ്ട് സൈഡും CR വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഓക്സിജൻ ആറ്റം മീൻസ് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഓരോ OH ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഓരോ H2O മോളിക്യൂൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റിലാണ് ഇതിവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഫൈനൽ ഇക്വേഷനായിട്ട് 2CrOH ത്രൈസ് പ്ലസ് IO3 മൈനസ് വിൽ ഗീവ് I മൈനസ് പ്ലസ് 2CrO4 2 മൈനസ് പ്ലസ് 5H2 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ബേസിക് മീഡിയത്തിൻ്റെ കേസ് പറയുന്നത്. അസിഡിക് മീഡിയത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പം അത് ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ 2 പാർട്ടായിട്ടൊക്കെ നമ്മൾ ആ ഒരു ഇക്വേഷനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇതിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഇതിലായിട്ട് തന്നെ നമ്മൾക്ക് എഴുതിയാൽ മതി. പിന്നെ അവിടെ നോക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവസാന ഭാഗമൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കൺസെപ്റ്റും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം റിഡോക്സ് റിയാക്ഷൻ നമ്മൾ അസിഡിക് മീഡിയം കണ്ടു, ബേസിക് മീഡിയം കണ്ടു. അപ്പം നമ്മൾ ഓരോ എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ ഓരോന്നും പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.